ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഡീപ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടാതെ അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിലുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും ത്രീ ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ പ്രതീക്ഷ കൈവിടാണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സെക്സ് സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിലും ഈ ഒരു വ്യക്തി പ്രതീക്ഷ കൈവിടാണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു നല്ല രീതിയിലുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഏതൊരു രീതിയിലുള്ള ചിലപ്പോൾ ഒരു കുറേ നാളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഉണ്ടായിരിക്കാം. എന്നാലും അവർ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അവർക്ക് ഒരു ഒരു വിശ്വാസമുണ്ട് റിലേഷൻഷിപ്പിനെയും പഴയതുപോലെ തന്നെ ഓക്കെ ആക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഉള്ളതായിട്ടൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് രീതിയിലുള്ള എതിർപ്പുകൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ടായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വ്യക്തിക്കുള്ള മറ്റൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രണയബന്ധമോ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന കുറേ പേരുണ്ടായിരിക്കാം. സോ കുറച്ച് പേർക്കെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കുന്ന അത്തരം ഒരു എനർജിയാണ്. കൂടാണ്ട് കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വേദനകൾ തന്നിട്ടുണ്ട്. അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയൊരു സെപ്പറേഷൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ അവരുടെ മൈൻഡൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലൊരു വിഷമമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെമ്പറർ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കെയറിങ്ങും ഒരു അമ്മ കുഞ്ഞിനെ നോക്കണ പോലെ അത്തരം ഒരു കെയറിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം ആ ഒരു രീതിയിൽ അതേപോലെ നിങ്ങൾ ഭയങ്കര രീതിയിൽ കെയർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പല കാര്യത്തിലും നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറും പരിഗണനയൊക്കെ തന്നെ അവർ ഈ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ട്. സോ അത്രത്തോളം ഒരു ടഫ് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം നന്നായേനെ. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വലിയ ഒരു വിഷമത്തിലാണെങ്കിൽ പോലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവർ തികച്ചും ഒറ്റപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതൊരവസ്ഥ ആയിക്കോട്ടെ അവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടതുപോലെ, ഭയങ്കരമായിട്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ പോലെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ട് ഓർത്തിച്ച് അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. സോ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെ ഒരു ഡീപ്പായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എനർജിയാണ് ഇവിടെ ത്രീ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പോലും മനസ്സിലാവുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് സ്വാർട്സിൻ്റെ ഒരു നൈറ്റ് ഓഫ് സ്വാർട്സിൽ കാണിയിട്ടുണ്ട്. സോ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറേയധികം അവർ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ളൊരു ആവശ്യകത കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു സമയത്ത് പോലും അവർ അതിന് വേണ്ടിയിട്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സെപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണ്ട. സോ അതുകൊണ്ട് തന്നെ ഇനി എന്ത് തന്നെയാണെങ്കിലും അത് ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരാമെന്നുള്ള അത്തരം ഒരു ഡിസിഷൻ അവർ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതും ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളൊരു കാർഡാണ്. സോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെയാണ് അവർക്ക് ഈ ഒരു സമയത്തും ഉണ്ടാവുന്നത്. സോ അവർക്ക് ഒരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതൊക്കെ തന്നെ ഓവർകം ചെയ്യാനുള്ള ഒരു മേ ബി അവർക്കൊരു എനർജി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് പോലും ഈ ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ വരുത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ദ വേൾഡ് കാർഡ് ആയിക്കോട്ടെ, നൈറ്റ് ഓഫ് വാൺസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും അവരിപ്പോൾ ഒരുപാട് ഓർത്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഓരോ മൊമെൻറ്റും റീക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അവർ ഇനി എന്ത് എഫേർട്ട് എടുത്താലും ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ എന്ത് എഫേർട്ടാണ് എടുക്കേണ്ടി വന്നാലും അത് കുഴപ്പമില്ല. അവർക്ക് അതൊന്നും തന്നെ പ്രശ്നമല്ല. അതൊക്കെ ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ഒരു സ്ട്രഗിൾസ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു തടസ്സങ്ങളാണ് അവരുടെ മുന്നിൽ ഇനി നിങ്ങളിലേക്ക് എത്താൻ ഉള്ളത്. സോ അതൊക്കെ തന്നെ അവർക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് പോലും അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് എത്താനുള്ള ഏത് രീതിയിലൂടെയാണ് നിങ്ങളെ ഒന്ന്
ഈ ഒരു റിലേഷൻഷിപ്പിന് റീബർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം തന്നെയാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾ മനസ്സോടെ അല്ല ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ അനുഭവിക്കുന്നത് മനസ്സോടെ തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടല്ല കാണുന്നത്. രണ്ടുപേരുടെ മനസ്സിൽ വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്നും പഴയ ഇതുപോലെ തന്നെ ഒന്നായിട്ട് പോകണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ഇടയിൽ കുറച്ച് തടസ്സങ്ങളാണ് കാണുന്നത്. രണ്ടുപേർക്കും അറിയാവുന്ന പലതരം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ മേ ബി അത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ രണ്ടുപേരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് സംസാരിച്ച് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പഴയ രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ തന്നെയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. സോ അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ വാല്യൂസ് കുറേ കൂടി റിയലൈസ് ചെയ്യാനും, കാരണം നിങ്ങൾ മനസ്സോടെ അല്ലല്ലോ രണ്ട് പേരും അകന്നു മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വിഷമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന ഓർമ്മകളൊക്കെ ആയിക്കോട്ടെ ഒരേ വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിക്കോട്ടെ അവരുടെ എനർജി ആയിക്കോട്ടെ സെയിം ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു മിററിങ് പോലെയൊക്കെ അത്തരം ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡിൻ്റെ ഒരു എനർജി പറയുന്നത് പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും, ആ ഒരു അവസ്ഥയിൽ എത്തുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും നിങ്ങളുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എത്ര ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പാകത്തിനുള്ള ഒരു കാര്യം ഇല്ലാത്ത രീതിയിൽ വന്നാൽ കൂടിയും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇനിയും ഏതെങ്കിലും രീതിയിലാണെങ്കിൽ കൂടിയും നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് ഒരു പിന്നെയും പഴയതുപോലെ സ്ട്രെങ്ത് കൊടുത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൊരു അത്തരമൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. സോ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് തയ്യാറാവുന്നുണ്ടായിരിക്കാം. സോ അത്തരമൊരു കാര്യമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അവരൊരുപാട് പേഷ്യൻസോട് കൂടി തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത്രയധികമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഒരുപാട് എതിർപ്പുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിലുള്ളവരായിരിക്കാം നിങ്ങൾ. സോ ഇപ്പോൾ അത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് അത്തരമൊരു തടസ്സങ്ങളാണ് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഒരുപാട് കൺഫ്യൂസ്ഡാണ്. നിങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഇത്തരം ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഇനി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നിർത്താം, അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിലല്ല. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ ഓർമ്മകളുമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരൊക്കെ പ്രീഷ്യസ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരിപ്പോൾ ഒരുപാട് എടുത്ത് നോക്കുകയോ, അല്ലെങ്കിൽ മേ ബി ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്ന സോങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം.